നിങ്ങൾ പറയുന്നതിനെ തന്നെ ചെയ്തോളാം ഞാൻ. പ്രസാദേട്ടാ, നമ്മളിത് വിൽക്കാൻ തീരുമാനിച്ചതല്ല. നമുക്ക് മക്കളെക്കാൾ വലുതല്ല ഒന്നും. പ്ലീസ് ഒന്ന് സമ്മതിക്കും. കണ്ടോ, ചേച്ചിക്ക് വീറുണ്ട്. ഇടയ്ക്കൊക്കെ ചേച്ചിയുടെ അഡ്വൈസ് കേൾക്കുന്നത് നന്നാവും പ്രസാദേട്ടാ. മാളു ഒന്നും ചെയ്യല്ല. പ്രസാദേട്ടാ, മോള് കൊള്ളാലോ. മോളെ കൈ മുറിയാതെ നോക്കണേ. അടുത്തേക്ക് വരരുത്, ഞാൻ കുത്തും. മാളു ഒന്നും ചെയ്യല്ലേ. We will handle this. മാളു താഴെയിട്. ഹാൻഡിലോ? ഹാൻഡിലല്ല. എന്നാ വാ. വേണ്ട. വേണ്ട മോളെ, കുത്തടി. പറ വേണ്ട. പൊട്ടിക്ക് സബ്ക എന്തേ ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒന്നും കൂടി കളിച്ചാലോ? മതി, നമുക്ക് സംസാരിക്കാം. ഇതങ്ങ് ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരെന്റെ പ്രസാദേട്ടാ. മോളെ വാ. എന്താ മോളെ കയ്യിലെന്താ? നല്ല കത്തി ഫാമിലി ആണല്ലോ അല്ലേ? അച്ഛന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ 2 പെമ്മക്കളെയാണ് കിട്ടിയത് അല്ലേ ജി? എനിക്ക് വേറൊരു അഗ്രിമെന്റ് വേണം. എന്ത്? എനിക്കൊരു ഫ്രഷ് അഗ്രിമെന്റ് വേണം. എന്തിനാ ഇപ്പൊ ഫ്രഷ് അഗ്രിമെന്റ്? ഇതിന്റെ പുറകിലല്ലേ നിങ്ങൾ മുമ്പ് സൈൻ ചെയ്തത്? ഇപ്പൊ അങ്ങനെയല്ലോ കാര്യങ്ങള്. സാഹചര്യങ്ങൾ മാറിയില്ലേ? പിന്നെ നിങ്ങളും കൂടി ഇൻവോൾവ് ആയ സ്ഥിതിക്ക് പുതിയൊരു അഗ്രിമെന്റ് നടക്കും. ആ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം ഒരു പിന്നി വരുന്നുണ്ട്. മുത്തച്ഛ, സുജാത ഇവിടെ ഉണ്ട്. ഇക്കളവനെ വല്ല ചങ്ങലക്ക് വിട്ടൂടെ? പ്രസാദേട്ടാ, നിങ്ങളിത് ശരിക്കും ഈഗോ ആക്കി കളഞ്ഞുട്ടോ. പുതിയ അഗ്രിമെന്റ് വിറ്റ്നസ് ആയിട്ട് നിങ്ങൾ 6 മാസത്തെ ഇൻട്രസ്റ്റ്. 6 മാസത്തെ ഇൻട്രസ്റ്റോ? നീ എന്താണ് വിചാരിച്ചേ? ഞങ്ങളിവിടെ കളിച്ചിരിക്കാൻ വന്നോ? പിള്ളേച്ചാ സ്റ്റാനി, ചായ റെഡിയായോ? എന്നാ എടുക്ക് പിള്ളേച്ചാ. നോക്കട്ടോ. He's escaped. ഷാജിയേട്ടാ, പുതിയ എഗ്രിമെന്റ് നമുക്ക് നല്ലതാണ്. നമുക്കും വേണമെങ്കിൽ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാലോ. പിന്നെ അവന് ഇൻട്രസ്റ്റിന്റെ കാര്യം, അതാ സൈനൊന്ന് കിട്ടട്ടെ. അവന് ഞാൻ ഇൻട്രസ്റ്റ് കൊടുത്തോളാം. പുതിയ എഗ്രിമെന്റ് കൊടുത്തിടാൻ പറഞ്ഞിട്ട്. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? അതുവരെ ചായ കുടിക്കാം. നല്ല സൂപ്പർ ചായ. ചേച്ചി, മോക്ക് നല്ല കൈപ്പുണ്യാട്ടോ. ചേച്ചി പഠിപ്പിച്ചതാ. എത്ര കാലമായി തുടങ്ങിയിട്ട്? എന്ത്? ഈ കൊട്ടേഷൻ പരിപാടി അത് കുറച്ചായി. നല്ല ജോലിയാ. ഒരു ഡിഗ്രിയും വേണ്ട, ഇൻവെസ്റ്റ്മെന്റും വേണ്ട. ആകെ വേണ്ടത് ഒരു തോക്കും ആൾക്കാരെ പേടിപ്പിക്കാനുള്ള കഴിവും. ഒരധ്വാനം ഇല്ലാതെ കാലും നീട്ടിയിരുന്ന് കാശ് വാങ്ങാലോ അല്ലേ? ആര് പറഞ്ഞു അധ്വാനം ഇല്ലാന്ന്? ഞങ്ങൾ ഓരോ കേസ് സോൾവ് ചെയ്യുന്നത് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നറിയോ? ഓ റിയലി? ഇപ്പം തന്നെ എത്ര അധ്വാനത്തിന് ശേഷമാണ് പ്രസാദേട്ടൻ ഓക്കെ പറഞ്ഞത്? അല്ലെങ്കിൽ കാലകാലമായിട്ട് കോടതി കയറേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു കുത്തും കൊലപാതകം കഴിഞ്ഞ് തീരും അല്ലേ? അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള കൊട്ടേഷൻകാരെ സഹായിക്കാൻ പോലീസും പാർട്ടിക്കാരും ഒക്കെ ഇന്നുണ്ടല്ലോ.
ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ആകെപ്പാടുള്ളത് കോടതി മാത്രമാണ്. പക്ഷെ അവിടെയും നിങ്ങൾ ഹാജരാക്കുന്ന തെളിവുകൾക്കാണ് പ്രാധാന്യം. ഒരു സിസ്റ്റത്തിനകത്ത് വേറൊരു സിസ്റ്റം. വെൽ സെഡ് അച്ഛാ. ഓ, ബോംബെ എങ്ങനെയുണ്ട് മോളെ? എന്തായാലും ഇവിടത്തെക്കാട്ടും ബെറ്ററാ. അതിന് ഇവിടെ ഇപ്പം എന്താ കുഴപ്പം? എവറിത്തിങ് ജസ്റ്റ് ഫീൽസ് ഓഫ് ഹിയർ, ലൈക്ക് ദ വൈബ്, ദ പീപ്പിൾ, പിന്നെ ഒരു ആറ്റിറ്റ്യൂഡും. വെറുതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ വലിയ ആർഗ്യുമെന്റ്സിലാക്കി സമയം കളയുന്ന ആൾക്കാർ. അത് പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മളാണല്ലോ മുൻപന്തിയിൽ. അപ്പൊ പിന്നെ എല്ലാത്തിനും അഭിപ്രായം പറയണല്ലോ. ഓ, അപ്പോ ഈ ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റ്സ് ഒക്കെ ഇവിടെ നടക്കുന്നത് വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടാണോ? കാരണവരോടെ മാറി, ഞങ്ങക്ക് പുറത്തു പോണം. പുറത്തോട്ടൊന്നും പോകാൻ പറ്റൂല. ഇനി എഗ്രിമെന്റ് വരുന്നവരെ ആരും ഇവിടുന്ന് എഴുന്നേക്കില്ല. അതെ, എനിക്കൊന്ന് വാഷ്റൂം പോകണം. എനിക്കും. ലൈജ, അമ്മ മോളിങ്ങോട്ട് കിടന്നു. ഇനി എന്താ, ബാത്റൂമിലേക്ക് വരുന്നുണ്ടോ? അച്ഛാ, ഡോണ്ട് സൈൻ. അച്ഛന് ഫുഡ് കൊടുക്കാൻ സമയമായി. ആദ്യം ഇതൊന്നും സെറ്റിൽ ആവട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അല്ലേ പ്രശ്നം തെറ്റാ? അങ്ങനെയല്ല, അച്ഛന് സമയത്തിന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. അതെ, ആളൊരു എക്സ് മിലിറ്ററിയാ. അല്ല, ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ എടുക്ക്.